പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലാറ്റിൻ ആരാധനക്രമമനുസരിച്ച് ഇന്ന് ആണ്ടുവട്ടത്തിലെ 27ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മളെ വളരെ മനോഹരമായി വഴി നടത്തിയതിനും മുന്നോട്ടുള്ള നമ്മുടെ ഈ ആഴ്ചകൾ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മുന്നിലുള്ള ചില തീരുമാനങ്ങളെ, പദ്ധതികളെ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമൊന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അതിന് കർത്താവിൻ്റെ കൂടെ വിട്ടകലാതെ നിൽക്കാനുള്ള വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ സ്നേഹക്കുറവുകൾക്കും വിശ്വാസക്കുറവുകൾക്കും ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, സ്വർലോക രാജനെ.
സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവാലം ഭാഗത്തീരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവൂതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അതീതനാണല്ലോ. അങ്ങ് കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നീതിമാൻ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുൻപിൽ, കലഹവും മത്സരവും തല ഉയർത്തുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്.
നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിനെ സ്വസ്ത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മിരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, ഏറ്റവും വാത്സല്യമുള്ളവനെ, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക, മാതൃകയാക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലുയ, അല്ലേലുയ. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. അല്ലേലുയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിർ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്നു പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തത് ശേഷം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ
എന്ന് പറയുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശ്വാസമില്ലായ്മ ഒരു പാപമാണോ? വിശ്വാസമില്ലായ്മ ഒരു പാപമാണോ? നമ്മളതൊന്ന് ധ്യാനിക്കുന്നല്ല. വിശ്വാസം ഈസ് ഈക്വൽ ടു വിശ്വസ്തത. അതങ്ങനെ പറയാൻ കാരണം, ഇന്നത്തെ ഒന്നാം വായന ഹബക്കൂക്ക് 2:4, നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:38 ഇതേ വചനം തന്നെ വിശ്വസ്തത എന്നതിന് പകരം വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുക. നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും. ഇത് അബ്രഹാമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വചനം കൂടിയാണ്. നീതിമാൻ തൻ്റെ വിശ്വാസം അഥവാ വിശ്വസ്തത മൂലം ജീവിക്കും. നമ്മൾ വിശ്വാസമില്ലായ്മ ഒരു പാപമായി മാറുന്നതും, ഇപ്പോൾ ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വിട്ടുപോയി. പക്ഷെ പിന്നീട് ദൈവത്തിൻ്റെ സാന്നിധ്യം, അപ്പൻ്റെ സാന്നിധ്യം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുകയും തൻ്റെ തെറ്റ് തിരുത്തി അപ്പൻ്റെ സന്നിധിയിലേക്ക് വരികയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. ദൈവസാന്നിധ്യം തിരിച്ചറിയുക, ദൈവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക, അതാണ് ആത്മീയത. നമ്മളിങ്ങനെ പ്രാർത്ഥനകൾ ഒത്തിരി ചൊല്ലുന്നവരാണ്. ഈ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളിൽ ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും ദൈവത്തോടൊരു പടി കൂടി അടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വിചാരം ചൊല്ലിക്കൂട്ടുന്നതാണ് ആത്മീയത എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക എന്നതാണ് ആത്മീയത. അതുകൊണ്ട് അതൊരു വിശ്വാസമാണ്, അതൊരു വിശ്വസ്തതയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം എന്നെ നോക്കിക്കോളും എന്നുള്ള വിശ്വസ്തത, വിശ്വാസം, അതാണ്. അപ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക ആർക്കും സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അതിനെ തുടർന്ന് ഹെബ്രായ 11:6 തന്നെ പറയുന്ന വചനമാണ്, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസമില്ലായ്മ, ദൈവത്തിലൊരു വിശ്വാസമില്ലാത്ത അവസ്ഥ പാപമാണ്. ദൈവം ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് നമുക്ക് വേണ്ടി പുത്രനെ അയച്ചു, പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു, അതിനുള്ള സംവിധാനങ്ങൾ മാതാവ് ഒരുക്കത്തോടുകൂടെ അത് സ്വീകരിച്ചത് ഒക്കെ നോക്കുമ്പോൾ ദൈവം ചെയ്ത ഈ വിശ്വാസ പ്രവൃത്തി, നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവരാനുള്ള ഈ പ്രവൃത്തി, അത് നമ്മൾ അംഗീകരിക്കാത്തത്, വിശ്വസിക്കാത്തത് പാപമാണ്. വിശ്വാസമില്ലായ്മ ഒരു പാപമാണ്. അതാണ് ഇന്ന് അപ്പോസ്തലന്മാർ ലൂക്കായുടെ സുവിശേഷം 17:5 കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കർത്താവേ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അതാണ് അവരുടെ പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടില്ലേ, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സെക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഇത് നമ്മൾ ഒരു അത്ഭുതം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ വിശ്വാസമില്ലായ്മയെ കൊണ്ട് കടലിൽ കൊണ്ട് താഴ്ത്തിക്കളയുക. നമ്മുടെ വിശ്വാസമില്ലായ്മ കടലിൽ കൊണ്ട് താഴ്ത്തിക്കളയണം. അതാണ് മിക്ക പ്രവാചന പുസ്തകം 7:19 അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. വിശ്വാസമില്ലായ്മ എന്ന പാപത്തെ തൂത്തെറിയണം. വിശ്വാസമില്ലായ്മ അതൊരു പാപം തന്നെയാണ്. ദൈവത്തെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം നമുക്കറിയാമല്ലോ, അവർ പുറകിൽ ഇങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ, അങ്ങനെ ഓടി ഓടി പോകുമ്പോൾ പുറകിൽ ഫറവോയുടെ സൈന്യം വരുന്നു, മുൻപിലെ ചെങ്കടൽ. എന്തുകൊണ്ടായിരിക്കാം? ചെങ്കടൽ പകത്തി അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ ദൈവം ശക്തി കാണിച്ചു കൊടുത്തത്. നീ വടി കാണി, നീ എന്തിനാണ് കരയുന്നതെന്നാണ് ചോദിക്കുന്നത്. മോശ ജനത്തിൻ്റെ പരാതി കേട്ടിട്ട് അവർ ഇറച്ചിക്കലവും ഈജിപ്തിലെ സുഖജീവിതവും, അല്ലെങ്കിൽ കഷ്ടപ്പാടായിരുന്നെങ്കിലും അവിടെ പട്ടിണിയില്ലാതെ ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവരിങ്ങനെ പരാതി പറയാം. നമ്മളിപ്പോൾ പറയുന്ന പോലെ, നമ്മൾ പള്ളി പോട്ട് എന്ത് കിട്ടി, എനിക്ക് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കർത്താവിനെ ഉപേക്ഷിക്കുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും കാര്യം സാധിച്ചില്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ നെഞ്ചത്താണ്, ദൈവത്തെയാണ് വഴിചാരുക. അതുപോലെയാണ് പലപ്പോഴും സംഭവിക്കുക. അപ്പോൾ ഈ ഇസ്രായേൽ ജനം അങ്ങനെ വിശ്വാസമില്ലായ്മ, ഇടയ്ക്ക് വിശ്വാസമില്ലായ്മ, പിന്നെ വിശ്വാസമില്ലായ്മ, ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക.
ഒരു ഉറപ്പില്ല. അപ്പോഴാണ് ചെങ്കടലിലേക്ക് അവരുടെ വിശ്വാസമില്ലായ്മ കൂടി ഇറക്കി, ചെങ്കടൽ പകത്ത് കടലിൻ്റെ മധ്യത്തിലൂടെ. അതുകൊണ്ടാണ് യേശയ്യ 43:16 പറയുന്നത്, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും. അതാണ് ദൈവം അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസമില്ലായ്മയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പിശാച് ബാധിച്ച ഒരു മകനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരും. ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ അത് പരാതിയായിട്ട് പറയുകയാണ്. ഈശോയുടെ അടുക്കൽ വരും. ഈശോയുടെ അടുക്കൽ വന്നിട്ട് അയാൾ പറയുകയാണ്, നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നു, അപ്പോൾ നിൻ്റെ ശിഷ്യന്മാർക്ക് അവരെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് കർത്താവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അത് മർക്കോസ് 9:23. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പം അപ്പോഴാണ് വിശ്വാസം ഏറ്റു പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിലുള്ള പിടുത്തം വിട്ടിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും നമ്മൾ നടക്കുക നമ്മുടെ രക്ഷ കിട്ടാൻ വേണ്ടി. അതിലൊന്നാണ് ദുരാചാരങ്ങൾ. അതാണ് വിശ്വാസമില്ലായ്മ, പാപമാണ്. വിശ്വാസമില്ലായ്മയുടെ ഒരു ഇഫക്റ്റാണ് നമ്മൾ കർത്താവിനെ വിട്ടിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോവുക, ദുരാചാരങ്ങളിലേക്ക് പോവുക. അത് വിശ്വാസമില്ലായ്മയുടെ ഒരു ഇഫക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം നമ്മൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസമില്ലായ്മയെ കർത്താവെ തൂത്തെറിയണമേ, കടലിലേക്ക് എറിഞ്ഞ് ആഴ്ത്തിക്കളയണമേ. കർത്താവ് അങ്ങയുടെ മുമ്പിൽ വിശ്വാസത്തോടുകൂടെ നിൽക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. കാരണം മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതൽ അത് വിശ്വാസമാണ്, വിശ്വസ്തതയാണ്. ഒരു അണുകിട വ്യതിചലിക്കാതെ കർത്താവിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് മറിയം ഇത്ര ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. അതാണ് കർത്താവിനോട് കൂടെ നിൽക്കുക. അതാണ് നമുക്ക് എന്ത് സംഭവിച്ചാലും, എത്ര ദുരിതങ്ങൾ വന്നാലും നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുക. അതാണ് വിശ്വാസം, വിശ്വസ്തത. ഒരാളുടെ കൂടെ നിൽക്കുക. വിശ്വാസമില്ലായ്മ, വിശ്വസ്തതയില്ലായ്മ അതൊരു പാപമാണ്. നമുക്കതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്കാരാധന. കർത്താവേ, ഞങ്ങൾക്ക് ഈ മലയോളം വിശ്വാസം തരണമേ. ഞങ്ങളുടെ വിശ്വാസമില്ലായ്മയെ കടലിലേക്ക് ആഴ്ത്തിക്കളയണമേ. മറിയത്തിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു നിൽക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അവസാനം വരെ വിശ്വാസത്തോടെ, വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ കൂടെ നിന്നതുപോലെ ഞങ്ങളെയും അവസാനം വരെ കൂടെ നിൽക്കാൻ, വിശ്വാസമില്ലായ്മ എന്ന പാപത്തിലേക്ക് വീഴാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിലേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു.
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കിപ്പോൾ ഈ സമയം കാഴ്ചവെപ്പിന് വേണ്ടി ഒരുങ്ങാം. നമ്മൾ ആ വൈറ്റ് മാർബിൾ വഴി അത് ഒരുക്കിയിടുക. നിങ്ങൾ അവിടെ വഴിയിൽ ആരും ഇരിക്കരുത്. വൈറ്റ് മാർബിൾ അവിടെ ആരും ഇരിക്കാൻ പാടില്ല. നിങ്ങൾ നിരനിരയായിട്ട് 4 വരികളായിട്ട് മുന്നോട്ട് കടന്നു വരിക. നമുക്ക് മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. നമ്മൾ വിശ്വാസം നമ്മുടെ ഒരു കടമയാണ്. വിശ്വാസം ഒരു കടമയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഇന്നത് ചെയ്തു തരണം എന്ന് പറഞ്ഞ് കർത്താവിനെ വെല്ലുവിളിക്കാൻ പാടില്ല, കർത്താവിനോട് വാശി കാണിക്കാൻ പാടില്ല. ഇത് നമ്മുടെ കടമയാണ്. കടമ ചെയ്യുന്നയാൾ അത് നന്ദി അർഹിക്കുന്നില്ല. കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം എന്ന ദാനം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈശോയെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ കൂടെ ഈശോ നേടിത്തന്ന രക്ഷയ്ക്ക് വേണ്ടിയും അതനുഭവിച്ചുകൊണ്ട് മരണം വരെ വിശ്വസ്തയോടുകൂടെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു ദുരാചാരങ്ങൾക്കും പിന്നാലെ പോകാതെ, കർത്താവിനെ വിട്ടുപേക്ഷിക്കാതെ അവസാനം വരെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, നമുക്ക് 5-ാമത്തെ ദിവസമാണ്. നമുക്ക് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അത് ആ ഭാഗത്താണ് പ്രദർശിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ട് വണങ്ങി പ്രാർത്ഥിക്കാവുന്നതാണ്. അവശങ്ങളിലൂടെ ആ ഭാഗത്തൂടെ നിങ്ങൾ അത് കണ്ടു പോകുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് തൊട്ടുമുത്തി അത് കേടുപാട് വരുത്താതെയും സൂക്ഷിക്കുക. നമുക്ക് ഈ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് നിൽക്കുന്ന ഈ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി നിങ്ങൾ സ്തുതിക്കട്ടെ. ഇതൊരു അസുലഭ ഭാഗ്യമാണ്. ഇത് ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ അഭിഷേകമുണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെ അല്ല ഇവിടെ നിൽക്കുന്നത് ഒരു അഭിഷേകമുള്ളൊരു മണ്ണിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ്. പ്രത്യേകമായി നമുക്ക് ഈ 1500 പേരുടെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദൈവം വലിയ അനുഗ്രഹങ്ങൾക്ക് ഇടവരുത്തും. തടസ്സങ്ങൾ മാറിപ്പോവും, രോഗങ്ങൾ മാറും, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കും, കടബാധ്യതകൾ മാറും, ജോലി ലഭിക്കും, വിവാഹങ്ങൾ നടക്കും, കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ വഴിമാറിപ്പോകും, മദ്യപാനാസക്തി മാറിപ്പോകും, മരണഭയം വിട്ടുമാറും, പഠന വൈകല്യങ്ങൾ മാറിപ്പോകും, ഉറക്കമില്ലായ്മ മാറിപ്പോകും. കർത്താവേ, ഈ അഭിഷേകമുള്ള മണ്ണിൽ പരിശുദ്ധ ബലിയർപ്പിച്ച് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ ഞങ്ങളെ തൊടണമേ. കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്, കുറവുകളുണ്ട് കർത്താവേ, വിശ്വാസരാഹിത്യമുണ്ട് കർത്താവേ, കുർബാന സമയത്ത് പോലും അലക്ഷ്യമായിട്ട് ഞങ്ങൾ നിന്നുപോയിട്ടുണ്ട് കർത്താവേ. കർത്താവേ, ഇതൊന്നും കുറവായിട്ട് പരിഗണിക്കാതെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളെ തൊടണമേ. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലും ബോധ്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പ്രസാദപര ശക്തി, പരിശുദ്ധ കുർബാനയുടെ പ്രസാദപര ശക്തി ഇപ്പോൾ നിറയട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം
മരിയൻ അഭിഷേകം ഞങ്ങൾക്ക് നിറയട്ടെ. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ അഭിഷേകം ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. സ്വർഗീയ ആനന്ദം നിറയട്ടെ, സ്വർഗീയ ആനന്ദം നിറയട്ടെ. ചാലക ശക്തി പോലെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം കൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി പറയാം.